നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഹണ്ടിങ് ഇടുക്കി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ തുടങ്ങുന്നതിന് തൊട്ടു മുൻപായി ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ കഥയോ കഥാപാത്രങ്ങളെയോ ഇൻസ്പയർഡായി ഒരു മനുഷ്യൻ പോലും വനമോ വനത്തിൽ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ വന്യജീവികളെയോ, എന്തിനേറെ പറയുന്നു ഒരു കാക്കയെ പോലും ഉപദ്രവിക്കാൻ നിൽക്കരുത്. കാരണം വനവും വന്യജീവികളും നമുക്ക് അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വനത്തെയും വന്യജീവികളെയും ജന്തുജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ടതും വരും തലമുറയ്ക്ക് അവയെ പകർന്നു കൊടുക്കേണ്ടതും നമ്മൾ ഓരോ പൗരന്മാരുടെയും കടമയും കർത്തവ്യവുമാണ്. ഇതും അവഗണിച്ച് കാട്ടിലെങ്ങാനും വലിഞ്ഞു കയറി വല്ലോ മൃഗങ്ങളെയോ വല്ലോ മരമോ ആരെങ്കിലും വെട്ടുവോ ഇല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനൊന്നും ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദിയായിരിക്കില്ല. കാരണം നല്ല ഇടി കിട്ടും. നല്ല ഇടിയെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഇടി കിട്ടും. മാത്രമല്ല കേസ് വേറെയും. എൻ്റെ കയ്യിലാണെങ്കിൽ പള്ളി പെരുന്നാളിന് മേടിച്ച ഒരു പൊട്ടാസ് തൂക്ക് പോലുമില്ല. എന്നാലും കേട്ടറിവിൻ്റെ ബലത്തിൽ ഞാൻ ഓരോന്ന് കഥക രൂപത്തിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുവെന്ന് മാത്രം. നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഗോപാലൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, നിൽക്ക് നിൽക്ക്. ഞാൻ അദ്ദേഹത്തിൻ്റെ പിറകിൽ അനങ്ങാതെ നിന്നു. പെട്ടെന്ന് കാടുക വിറക്കുമാർ ശബ്ദത്തിൽ തോക്ക് ഗർജിച്ചു. ഒരു തീയും പുകയും. ആദ്യമായാണ് ഞാൻ അത് കാണുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായാണല്ലോ ഞാൻ കാട്ടിലൊരു നായാട്ടിന് പോകുന്നത്. പെട്ടെന്ന് തന്നെ എന്തോ ഒരു ജീവിയുടെ ഒരു മുരൾച്ചയും അലർച്ചയും ഞാൻ കേട്ടു. പൊടുന്നനെ അത് അവസാനിച്ചു. അദ്ദേഹം വെടിയുതിർത്ത ഭാഗത്തേക്ക് നടന്നെത്തി. അവിടെ ഏകദേശം ഒരു 65 കിലോയ്ക്ക് അടുത്ത് വരുന്ന ഒരു മ്ലാവ് വീണ് കിടക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു കഴ വെട്ടിയെടുത്ത് മ്ലാവിൻ്റെ കൈയും കാലും കെട്ടി ഞങ്ങൾ രണ്ടുപേരും അതിനെ ചുമന്ന് വീട്ടിലേക്ക് നടക്കാനുള്ള ശ്രമത്തിലായി. വീട്ടിലോട്ട് പോകുന്ന വഴി തന്നെ 4 5 തവണയിലേറെ ഞങ്ങൾ ഭാരം മൂലം അതിനെ തറയിൽ വെച്ചു. വീട്ടിൽ ചെന്നപ്പോഴേക്കും സമയം ഏകദേശം 3:30 വീട്ടുകാരും ഉറങ്ങിയിരുന്നില്ല. തിണ്ണയിൽ മണ്ണെണ്ണ വിളക്ക് കത്തുന്നുണ്ട്. ഞങ്ങൾ ചെന്ന് ഉരുവിനെ താഴേക്കിട്ടു. ആ ശബ്ദം കേട്ടുകൊണ്ടെന്നോണം കാർത്തിയാനി ചേച്ചി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. പിള്ളേർ രണ്ടുപേരും ഉറങ്ങിയിരുന്നു. എൻ്റെ ഭാര്യയും ഏകദേശം ഉറക്കത്തിലായിരുന്നു. അവളെ പുള്ളിക്കാരി വിളിച്ചെണീപ്പിച്ചു. കുടിക്കാൻ കട്ടനിട്ടു. ആ സമയം കൊണ്ട് പുള്ളിക്കാരൻ കത്തി തേച്ചെടുത്ത് മ്ലാവിൻ്റെ തൊലി പൊളിക്കാനുള്ള പരിപാടിയിലായി. പൊടുന്നിനെ തൊലി പൊളിച്ചു. കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടന്നു. ചങ്കും കരളും അപ്പോൾ തന്നെ കറിയാക്കി. പിന്നെ ചക്കപ്പുഴുക്ക് കൂട്ടി അതിനെ ആദ്യം അങ്ങ് പിടിച്ചു. പിന്നെ ഇറച്ചി പാകം വെച്ചു. നല്ലൊരു കനത്തിൽ തന്നെ ഇറച്ചി കിട്ടി. പുള്ളിക്കാരൻ പറഞ്ഞു, നേരം വെളുക്കുമ്പോഴേക്കും ഇത് വരഞ്ഞ് ഉപ്പ് തേച്ച് ചേരയ്ക്ക് എത്തിക്കണം. പിന്നെ വേറൊരു കാര്യം, നാട്ടുകാർക്കോ ബന്ധുക്കാർക്കോ കൊടുക്കണ്ട. കാരണം നാളെ ഇത് നമുക്ക് തന്നെ പണിയാകും എന്ന് പറഞ്ഞ് അദ്ദേഹം സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകാനുള്ള ശ്രമത്തിൽ നിന്നു. ചേച്ചി പറഞ്ഞു, നിങ്ങളെന്നാ അങ്ങ് പൊക്കോ. ഞാനെന്നാണേലും ഇനി കൊച്ചിനെ എടുത്തുകൊണ്ട് വേണ്ടേ വരാൻ. അതുകൊണ്ട് ഞാനിന്നിവിടെ കിടക്കുക. എന്നാ അങ്ങനെയാട്ടെ. ഗോപാലൻ ചേട്ടൻ അതും പറഞ്ഞ് താഴേക്ക് നടന്നു.